മോത്തി, ഞാനിപ്പോൾ ഉള്ളത് തിരുവല്ലയിലെ മാർത്തോമ കോളേജിലെ ബൂത്തിലാണ്. അവിടെ സംവിധായകൻ ബ്ലെസ്സി ഇപ്പോൾ കുടുംബവും ഒത്ത് വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. വോട്ട് ചെയ്ത് പുറത്ത് ഇറങ്ങുകയും ചെയ്തു. ഇപ്പോൾ ഭാര്യയാണല്ലേ? ഇവിടെ തന്നെയാണോ എല്ലാ തവണയും വോട്ട് ചെയ്യാറ്? അതെ, ഞാനിവിടെ കോളേജിന് ഒരു 3 ഗേറ്റ് അപ്പുറമാണ് താമസം, വളരെ തൊട്ടടുത്താണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പഠിച്ച് ഒരു 5 വർഷം പഠിച്ച കലാലയത്തിലോട്ടൊക്കെ ഇങ്ങനെയൊക്കെ വരിക എന്നൊക്കെ പറയുമ്പം വളരെ ഇതാണ്. പിന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് കുറേ കൂടെ എന്താ പറയുക, ഒരുപാട് പേഴ്സണൽ റിലേഷൻസും ഒക്കെയുള്ള ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു വലിയൊരു പ്രാധാന്യമുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ ഭരണ നിയന്ത്രണങ്ങൾ ഇപ്പോൾ പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പൽ തലത്തിലുമൊക്കെ കൂടുതൽ വികേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയ ഉത്തരവാദിത്വമല്ല അല്ലെങ്കിൽ വിജയികൾക്ക് അല്ലെങ്കിൽ അതിൽ നിൽക്കുന്നവർക്കുണ്ട് എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും പ്രാധാന്യം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കുറെ കൂടെ ഈ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉണ്ടായ, പ്രത്യേകിച്ച് ശബരിമല രാഹുൽ മാങ്കൂട്ട വിഷയമൊക്കെ ഉണ്ടായ അങ്ങനെ ഒരു കാലഘട്ട തെരഞ്ഞെടുപ്പ് കൂടിയാണ് നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ നടിയെ ആക്രമിച്ച കേസിലൊരു വിധി കോടതി പറയുന്നത്. അതിലതൊരു അതിജീവിതക്ക് യുക്തമായ അതല്ലെങ്കിൽ അവർക്ക് നീതി കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ? അല്ല, കേസിനെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായിട്ടുള്ള ഒരു ജില്ലാ കോടതിയിലുള്ള ഒരു വിധിയാണ് ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഇപ്പം 12-ാം തീയതിയാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുക. അപ്പം കേസ് എങ്ങനെയാണ് അന്വേഷണം മാറിയിരിക്കുന്നത്, 2 വിഭാഗങ്ങളുടെയും ആൾക്കാരുടേതുണ്ടല്ലോ. അപ്പം അത് കോടതി തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. ന്യായമായിട്ടുള്ളതും നീതിയായിട്ടുള്ളതും സംഭവിക്കണം. അപ്പോൾ സർക്കാർ തന്നെ ഇപ്പം അപ്പീലിന് വേണ്ടിയിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകും, അതിജീവിതക്കൊപ്പമാണ് എന്നാണ് പറയുന്നത്. അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോടതിക്ക് അത് കൃത്യമായി മനസ്സിലായിട്ടില്ല എന്നാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം മടങ്ങി വരാം.